ഹലോ ഗൈസുകളെ, എല്ലാവർക്കും നമസ്കാരം. പിന്നെ നമ്മളിപ്പോൾ തിരൂരാണുള്ളത്. തിരൂർ എവിടെയല്ലോ എന്ന് പറഞ്ഞു കൊടുത്താൽ എന്താ പറയുക, നൂറിലേക്ക് തന്നെ. തിരൂർ ഒരുവിധ ആളുകളൊക്കെ വന്നിട്ടുണ്ടാവും. തിരൂർ പല കച്ചവടക്കാരും സാധനം വാങ്ങാൻ. തിരൂർ പറഞ്ഞാലും മലപ്പുറം ജില്ലേൻ്റെ ഏറ്റവും വലിയ വാണിജ്യ നഗരമാണ് തിരൂർ. ഈ തിരൂർ വന്നാൽ ആരും അറിയപ്പെടാത്തൊരു സ്ഥലമുണ്ട്, നൂറിലേക്ക് തന്നെ. ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ തിരൂർ വന്നാൽ അധികം ആളുകൾ ആരും കാണാത്ത സ്ഥലമാണ്. ഞാനും കണ്ടിട്ടുണ്ടായില്ല, നമ്മൾ അറിഞ്ഞിട്ടും ഉണ്ടായില്ല. ഇഷ്ടംപോലെ പ്രാവശ്യം നമ്മൾ തിരൂർക്ക് വന്നിരിക്കണേ. നമ്മൾ സാധനം വാങ്ങാനും ഇതിന് കടിക്കൊക്കെ സാധനം വാങ്ങാനൊക്കെ തിരൂർക്ക് ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട്. ഇപ്പോൾ കുറച്ച് കുറവാണ്. ഇപ്പോൾ ഏകദേശം ഒരു 6 മാസത്തിൻ്റെ മേലേക്കായി വന്നിട്ട്. പക്ഷേ ഇന്നും കുറച്ച് എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങാനും വേണ്ടിയിട്ട് തിരൂർക്ക് വന്നതാണ്. എന്തായാലും അവിടെ എറുമ്പുണ്ട്, ഇങ്ങോട്ട് പുളിയറുമ്പാണ്. പുളിയറുമ്പൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി ഈ നൂർ ലേക്ക് പാർക്ക് എന്ന സംഭവം നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ കാണാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ അന്ന് ഉറപ്പിച്ചതാണ്, ഇനി തിരൂർക്ക് വരുമ്പോൾ എന്തായാലും ഇത് എവിടെയാണ് എങ്ങനെയാണ് സംഭവം എന്നുള്ളത് ഒന്ന് കാണണമെന്ന് കരുതിയാണ്ട് പോകുന്നതാണ്. അപ്പോൾ സംഭവം അടിപൊളിയാണ്. ഇവിടെ നാച്ചുറലാണ് മൊത്തം. അതായത് എന്താ പറയുക, ഇതൊക്കെ അതായത് പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയാം. അപ്പോൾ കണ്ടില്ല, ഇവിടെ കായലുമാതിരി വെള്ളമൊക്കെ ഇങ്ങനെ കണ്ടില്ല. കായലും നല്ല എന്താ സംഭവം എന്നുള്ളത് അറിയില്ല. അങ്ങനത്തെ ഒരു സംഭവമാണ്. എന്താ സംഭവം എന്നുള്ളത് അറിയില്ല എന്നില്ലല്ലോ കേട്ടോ. ഇങ്ങനെ ഒരു വെള്ളക്കെട്ട് മാതിരി നല്ല അടിപൊളിയാണ്. അപ്പോൾ തിരൂർ നിങ്ങൾ വരുമ്പോൾ ഇതിനായിട്ട് പിന്നെ പാഞ്ഞാൽച്ചങ്ങാണ്ട് വരണമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ തിരൂർക്ക് ഒരുവിധ ആളുകളൊക്കെ തിരൂർ കാണാത്ത ആളുകളുണ്ടാവില്ല, തിരൂർക്ക് വരാത്ത ആളുകളുണ്ടാവില്ല. അപ്പോൾ വരുമ്പോൾ ഈ നൂറിലേക്ക് ഒന്ന് ജസ്റ്റ് ഗൂഗിൾ മാപ്പിലൊന്ന് അടിച്ചു കൊടുത്തുകൊണ്ട് നൂറിലേക്ക് ഒന്ന് വന്ന് കാണാം. 50 രൂപ എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 50 രൂപ എൻട്രി ഫീസ് ഉണ്ട്. പക്ഷേ 50 രൂപ കൊടുത്താലും എന്താ വെച്ചാൽ നമ്മൾ പല സ്ഥലം വെറുതെ ആവശ്യമില്ലാതെ അതും ഇതൊക്കെ പോയിങ്ങാണ്ട് കാണുന്നുണ്ട് പൈസ കൊടുത്തുങ്ങാണ്ട്. അപ്പോൾ ഇത് പ്രകൃതി കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് രാവിലെ വന്നാലും നമുക്ക് വൈകുന്നേരം ആഗോളത്തിൽ നടന്നാലും ഒരു നഷ്ടം ഉണ്ടാവില്ല. കാരണം നല്ല തണുപ്പ്, നല്ല കാലാവസ്ഥയിൽ ഇങ്ങനെ എത്ര വെയിൽ പുറത്താണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, അങ്ങോട്ട് നടക്കാൻ പാലത്തുമ്പോൾ കൂടെ സിറാത്ത് പാലം നല്ലത് മുളപ്പാലം. ഇതാട്ടോ സംഭവം നല്ല അടിപൊളിയാണ്. ബുക്കൊന്നുമില്ല. പിടിച്ച് മുന്നിക്ക് മാത്രം നോക്കട്ടോ. അടിക്ക് നോക്കി ഇടയ്ക്ക്. കഴിച്ചില്ലായി അല്ലേ. ഇതൊക്കെ ഇങ്ങോട്ട് വന്ന വണ്ടികളാണ് കേട്ടോ. വണ്ടി പാർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇപ്പോൾ ഉച്ച ആയതുകൊണ്ട് ഇത്ര വലിയൊരു തിരക്ക് കാണില്ല. വണ്ടി പാർക്കിങ്ങിനുള്ള സ്ഥലങ്ങളാണ് ഇത്. ഫുള്ള് പാർക്കിംഗ് ആണ്. ഇതിൻ്റെ അപ്പുറത്ത് വേറെ ഉണ്ട്. ഏതായാലും നമ്മൾ ആദ്യമായിട്ട് വരികയാണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത്. നമ്മളെ മലപ്പുറം ജില്ലയിൽ, അതും തിരൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തിൽ എന്നൊക്കെ പറയാം. നമ്മളെ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ എന്താ സംഭവത്തിന് തുഞ്ചൻ പറമ്പിൻ്റെ ഒക്കെ അടുത്ത്. തുഞ്ചൻ പറമ്പ് കഴിഞ്ഞ് കുറച്ചുകൂടി പോകുന്ന ശാബദങ്ങൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലും കൂടി കഴിഞ്ഞ് ഒന്നും കൂടി മുന്നിൽ പോയാൽ ഇടത്തെ ഭാഗത്തേക്ക് അവിടെ എഴുതി വെച്ചേക്കും മറ്റേ എന്താ പറയുക, നൂർ ലേക്ക്. അപ്പോൾ ഇതാണ് എൻട്രി വരുന്നത് കേട്ടോ. ടിക്കറ്റ് കൗണ്ടറാണിത്. അറിയരുത്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്തതിൻ്റെ ഉള്ളിൽ കയറി ഫസ്റ്റ് തന്നെ അതൊക്കെ സംഭവം നമ്മൾ മീൻകുളാട്ടോ കാണുന്നത്. ഇഷ്ടം പോലെ മീനുകളുണ്ട്. എന്ത് മീനാണ്, അടിപൊളി കേട്ടോ. ഇനി പൊരിഞ്ഞ് അങ്ങോട്ട് പോവാം. അങ്ങനെ അനക്കുള്ള സാധനം കിട്ടില്ലേ. അടിപൊളിയായി സംഭവം. തോനെ നേരം എന്നെ വീഡിയോയിൽ കാണിച്ചു തരാം. ഊഞ്ഞാലാടിന് കാണാൻ പറ്റൂല. സംഭവം പൊള്ളിയാണ് കേട്ടോ.
ഏക്കറ കണക്കിന് സ്ഥലമുണ്ട്. ആ ഇവിടെ ക്ലോസ് ആണല്ലേ. ഇവിടെ ഈ പാലം നാശമായിക്കണേ. ഇനി അതിലെ പോകണം. അങ്ങനെ അവിടെ അത് നാശമായിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് ഇനി ഇതിലങ്ങനെ പോകാം. ഇനി ഇതിലൊരു വഴി കാണുന്നുണ്ട്, നമുക്ക് ഇതിലെ പോയി നോക്കാം. ഏനെ റീൽസൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരി കേട്ടോ. അങ്ങനെ ആർമാടുണ്ട്, ആർമാടം അതിൽ കയറാൻ പറ്റൂല. അതിൻ്റെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കണേ. ജെടുക്കാം വീണാലും അവിടെ ഉണ്ടാവും. അടി ഇത് പോന്നോ, അതിൽ പോന്നോ. അങ്ങനെ ഇതിമ വലിയവർക്ക് പറ്റിയാവോ? ഉപയോഗം 6 വയസ്സ്. ആ എന്നാൽ എനിക്ക് പറ്റും. 6 വയസ്സ് ആയ കുട്ടികളാണ് എനിക്ക് പറ്റും. ആ എന്തേ ഓ ഇത് ഭയങ്കര രസമുണ്ടല്ലേ സംഭവം. ആ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ബോട്ടിങ് അതൊന്നിപ്പോൾ വർക്കിംഗ് അല്ല തോന്നുന്നു, ഒഴിവാക്കിയിട്ടിരിക്കണം. ഇവിടെ സംഭവങ്ങൾ എന്തൊക്കെ ഉണ്ട്. ഇവിടെ സംഭവം അടിപൊളിയാണ്, പക്ഷെ ഇവിടെ ക്ലോസ് ആക്കിയിരിക്കണം. അവിടെയുണ്ട് മറ്റേ ഏർമാടം അല്ലേ. ഏത് ഇവിടെ വരും. ഇവിടെ ഒരു സംഭവമുണ്ട്, പുറ്റ് സിമെൻ്റ് കൊണ്ട് പുറ്റുണ്ടാക്കിയേക്കുക. പുറ്റെന്ന് പറഞ്ഞാൽ അറിയാം റബ്ബെ മക്കളെ, ഞങ്ങൾക്ക് പുറ്റ് പറഞ്ഞാൽ അറിയണ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇതാണ് പുറ്റ് എന്ന് പറയുന്ന സാധനം. എനിക്കറിയില്ല പുറ്റ്. അങ്ങനെ ഒരു സാധനമുണ്ട്. നല്ല വൈബാണ് കേട്ടോ അല്ലേ അടി. എങ്ങനെ ഇത് ഇവിടെ ഫങ്ഷൻ പരിപാടികളൊക്കെ ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റേജൊക്കെ ഉണ്ട്. സ്റ്റേജ് വല്ല കുടുംബസംഗമോ മറ്റോ മറിച്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോന്നാൽ മതി, അടിച്ച് പൊളിക്കാട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും ചിലപ്പം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവേ. കാരണം മറ്റേത് ആൾമ 50 ഒന്നിച്ചൊക്കെ എടുക്കുമ്പോൾ സാധ്യത കാണുന്നുണ്ട്. നമ്മൾ ചോദിച്ചിട്ടൊന്നുമില്ല. കണ്ടില്ലേ, നമ്മൾ സ്റ്റേജ് മേലെത്തി. എന്നാൽ മൈക്കെടുത്ത് പാട്ട് അടിക്കും. ഏനെ അവിടെ കണ്ടില്ല, അവിടെ മൂല്യന്മാരൊക്കെ ഫോട്ടോ എടുക്കണേ. ഇയാളിതിൻ്റെ ആളാണ് കേട്ടോ. ഇയാളെന്തൊക്കെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. കേറൊന്നുമില്ല. ഓനവിടെ എത്തി. കയറി ചവിട്ടി കയറി നോക്കാം. ഓൻ കയറി നോക്കാം. ഓനെല്ലാം ഈസിയാ.
നീ ചെരുപ്പിടാതെ കയറണ്ടേ ശരിക്ക്? ചെരുപ്പിടാം അങ്ങനെ ഉണ്ടല്ലേ? എന്നാൽ ഞാൻ കമൻറ്റ് ചെയ്യും. ചെരുപ്പിടാതെയാണോ ഇട്ട് കണ്ടാണോ കയറേണ്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ചെരുപ്പിടാതെ തന്നെയാണ് നല്ലതല്ലേ? അല്ല, ചെരുപ്പിട്ട് കാണാൻ തന്നെയാണ് നല്ലതല്ലേ? കാല് വേദനിച്ചിട്ടുണ്ട് എൻ്റെ? ഞങ്ങൾ പോകാട്ടടി, ഇജ്ജ് പോരൂലേ? അമീനെ എന്നെ വിളിച്ചണേ. നടക്ക് നടക്ക് നടക്ക്. ഇതെന്താണ് സംഭവം? എന്താണ് ഇത് ഫോട്ടോ എടുത്തിട്ട് അപ്പാടല്ലേ 2 മിനിറ്റ് കൊണ്ട് നമ്മൾ 2 മിനിറ്റ് കൊണ്ട്? എത്രയായിരുന്നു ചാർജ്? എങ്ങനെയായിരുന്നു? ഫോട്ടോ മാത്രം 100 രൂപ. മൊത്തം ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റുഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് 400 രൂപയ്ക്കാണ്. ഇവിടെ 250 രൂപ ഇതേപോലെ പ്രിൻ്റ് എടുത്ത് ലാമിനേഷൻ ചെയ്ത് ഫ്രെയിം വർക്ക് ചെയ്ത്. അപ്പോൾ ഇവിടെ വന്ന് അങ്ങനെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ട് ഫോട്ടോ ഇവിടുന്ന് നല്ല സീനിയറിൽ ഫോട്ടോ എടുത്തിട്ട് അപ്പളെ 2 മിനിറ്റ് കൊണ്ട് പ്രിൻ്റ് എടുത്ത് കൊടുക്കും. പ്രിൻ്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ 100 രൂപ അല്ലേ? ഒരു ഫോട്ടോത്തിന് 100 രൂപ. അതേപോലെ ഫ്രെയിം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ 250 രൂപ. അങ്ങനെ ലാമിനേഷൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്യല്ലേ? വാട്ടർ പ്രൂഫ്. അടിപൊളിയാണ് കേട്ടോ. അപ്പം അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇവിടെ. അടിപൊളിയാണ്. പിന്നെ ഈ സംഗതി ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ കാണാനുണ്ട് പറഞ്ഞാൽ ഈ ഇതന്നെ ഈ പ്രകൃതി ഭംഗി തന്നെയാണ് കേട്ടോ. ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. നമ്മളിത് ഫുള്ള് കാണാൻ നിൽക്കണില്ല. നേരല്ലാത്തതിൻ്റെ പേരിൽ ഇവിടെ നിന്ന് മടങ്ങുകയാണ്. ഒരു 5 മിനിറ്റ് കൂടി അങ്ങനെ കറങ്ങിയാണ്ട് പോകും നമ്മൾ. അതിൽ പോയി കണ്ട് ഇങ്ങോട്ട് തന്നെ പോര്. അവിടെ ഒരു ദ്വീപ് മാതിരിയാണ് കേട്ടോ. അവിടെ ആ മരം വെള്ളത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത്. ചുറ്ററം വെള്ളമൊക്കെ ഒരു കഥ തന്നെയാണ് കേട്ടോ. ഇല്ല ആണ്ട് പോയിക്കോ. ഇല്ല, വീണാലും ആ വെള്ളത്തിലുണ്ടാവും ഇനി. അപ്പം ഞാൻ ചാടുന്നുണ്ട് വെള്ളത്തിൽ കേട്ടോ. അതാ മുന്നിൽ പോവാം. ഞാൻ മുന്നിൽ കൊടുത്തണോ? Me. അപ്പം മക്കളെ നമ്മൾ ഇവിടെ കണ്ട് ഇവിടെ അടിപൊളിയാണ് സംഭവം. നമ്മൾ ഇവിടുന്ന് മടങ്ങുകയാണ്. ഇവിടെ ഫുള്ള് കണ്ടിട്ടില്ല കേട്ടോ, നേരം ഉണ്ടായില്ല. അപ്പോൾ നിങ്ങൾ തിരൂർക്ക് വരുമ്പോൾ എന്തായാലും ഈ ഭാഗത്തേക്കൊന്ന് വരുന്ന വേണം. ഈ നൂറിലേക്കാണ് കേട്ടോ, അടിപൊളിയാണ്. വേറെ എന്താ എനിക്ക് പറയാല്ലേ? നമുക്ക് രാത്രി ക്യാമ്പ് ഫയർ നടത്താം, അതുപോലെ ഇതൊക്കെ നടത്താം, കുടുംബസംഗമം, അതുപോലെ എല്ലാം ചെയ്യാം. സെറ്റാണ്. അപ്പോൾ ഓക്കെ പോലെ